അപ്പോൾ അതിൽ ഒരു 3.5 ലക്ഷം രൂപ ഈ ബാറ്ററിയുടെ കുറയ്ക്കും. പ്ലസ് അത് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കുന്നേ ഉള്ളൂ. അപ്പം വണ്ടിക്ക് ഫിനാൻസ് ചെയ്യണമെങ്കിൽ പിന്നെ അവരെ തന്നെ ഏൽപ്പിക്കേണ്ടി വരും. കാരണം ഇതിനെ സംബന്ധിച്ച് ഇതിൻ്റെ ഈ ഫീച്ചേഴ്സ് വെച്ച് ഇതിന് വില കുറവാണ്. എനിക്ക് ഇന്നലെ ഒരു ചെറിയ കംപ്ലയിൻറ്റ് കാണിച്ചത് എന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ സിസ്റ്റം ഒന്ന് ഹാങ് ലോഞ്ച് ചെയ്തപ്പോൾ അതിൻ്റെ വീഡിയോ കണ്ടപ്പോഴാണ് ആൾക്കാർ ഇതിൻ്റെ ഒപ്പം നിൽക്കുന്ന കാണുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഹൈറ്റ് പിടിക്കിട്ട് മനസ്സിലാവുന്നത്. മൊബൈലിലൊക്കെ ഈ ടച്ച് വീണ് കിടക്കുമ്പോൾ മാറ്റാൻ പറ്റാതെ വരുമല്ലോ എന്ന് പറഞ്ഞ ഒരു അവസ്ഥയാണ്. അതൊരു പോയിൻ്റാണ്. ഇനി ഇത് വാങ്ങിക്കുന്നവർക്ക് ഇതുപോലെ എന്തെങ്കിലും വന്നാൽ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ വിൻസ്റൈവിയുടെ വിശേഷങ്ങൾ പറയാനാണ് നമ്മുടെ കൂടെ ഉള്ളത് എബിസാറാണ്. എബിസാറിനെ നമുക്ക് ആദ്യം നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. സാറേ, നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഏറ്റവും പുതിയ വിൻസ്റൈവ് അല്ലേ? ഇതിപ്പം ഏകദേശം ആദ്യത്തെ എഡിഷനാണെന്ന് തോന്നുന്നല്ലോ. അതെ. നമുക്ക് കോട്ടയത്ത് നിന്ന് എനിക്ക് തോന്നുന്നു 4-5 എണ്ണം ആയിട്ടുള്ളൂ തോന്നുന്നു അല്ലേ? അപ്പം സാറ് വർക്ക് ചെയ്യണോ അതോ? അല്ല, ഞാൻ പാലയിൽ ടൈൽസിൻ്റെ ഷോപ്പാണ് അൽഫോൺസ ടൈൽസ് അല്ലേ? അപ്പം അത്യാവശ്യം ബിസിനസ് സംബന്ധമായ നല്ല ഓട്ടങ്ങളുണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്. എനിക്ക് ഓട്ടം കൂടുതലാണ്. അതുകൊണ്ടാണ് EV-ലേക്ക് മാറാൻ കാരണം. ഞാൻ നേരത്തെ ഇവരുടെ MGയുടെ തന്നെ ഹെക്ടറാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പെട്രോൾ ഓട്ടോമാറ്റിക് ആയിരുന്നു. അതിന് മൈലേജ് കുറവ് ഒരു വലിയ ഫാക്ടറാണ്. അപ്പോൾ ഓട്ടോ ഉള്ളപ്പോൾ എനിക്കത് ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല. ഏകദേശം ഒരു 10-70,000 കിലോമീറ്ററോളം ഓടി. അതിന് മുമ്പ് ഞാൻ ക്രിസ്റ്റയായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ട്. അത് 1 ലക്ഷം കിലോമീറ്റർ ഓടി. അത് കഴിഞ്ഞ് രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ഓടിച്ചോണ്ടിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ EV-ലേക്ക് മാറാം. എല്ലാവരും EV-ലേക്ക് പോകല്ലേ. നമ്മൾ ഇതെടുത്തു. അതിപ്പം എനിക്ക് വന്ന് ഈ വണ്ടിയുടെ ആദ്യത്തെ ഒരു സെഗ്മെന്റിൽ തന്നെ നമ്മൾ ബുക്ക് ചെയ്തല്ലേ? ഞാൻ ഏകദേശം 2 മാസം മുമ്പ് ബുക്ക് ചെയ്തതാ. ഭയങ്കര ബുക്കിംഗ് ആയി. ഇപ്പോൾ 700ഓളം ബുക്കിംഗ് ആയെന്നാണ് അവർ പറയുന്നത്. ആദ്യം ഇപ്പോൾ അവർ ബാറ്ററി റെന്റ് ഒക്കെ തരാം അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷൻസ് ഒക്കെ ആയില്ലായിരുന്നു. അത് വലിയ കാര്യമുള്ള കേസല്ല. നമ്മളെ സംബന്ധിച്ച് അത് ഈ പറഞ്ഞ അല്ലെങ്കിൽ ഈ അങ്ങനെ ഒരു സ്കീമുണ്ട്. അത് 3 ഫൈനാൻസ് എങ്ങാണ്ടേ ഉള്ളൂ ആ നിലവിൽ അത് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒരു 3.5 ലക്ഷം രൂപ ഈ ബാറ്ററിയുടെ കുറയ്ക്കും. പ്ലസ് അത് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കുന്നേ ഉള്ളൂ. അപ്പം വണ്ടിക്ക് ഫിനാൻസ് ചെയ്യണമെങ്കിൽ പിന്നെ അവരെ തന്നെ ഏൽപ്പിക്കേണ്ടി വരും. അത് ഭയങ്കര കോംപ്ലിക്കേഷൻ ആണ്. ആദ്യമേ അവർ ഇറക്കി കഴിഞ്ഞിട്ട് അവർ ഭയങ്കര പോളിസി കഴിഞ്ഞ് മാറ്റം വരുത്തുക. അത് അല്ലെങ്കിലും അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. കാരണം നമ്മളിപ്പം ഏതെങ്കിലും ബാങ്ക് ത്രൂ ചെയ്യുന്നെങ്കിൽ അവർക്കത് ഫുള്ള് ചെയ്യാനേ പറ്റുള്ളൂ. അതുകൊണ്ട് അതായത് നമ്മളൊക്കെ ഫുൾ ആ ഇതിൽ തന്നെയാണ് എടുത്തേക്കുന്നത്. ശരിക്കും ഇത് നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മറ്റേ ഇപ്പോൾ 9 ലക്ഷം രൂപ ബേസ് വേരിയന്റിന് വിലയാണെങ്കിൽ അതിന്റെ ടാക്സ് ഒക്കെയാണ് വരുന്നതെങ്കിൽ കുഴപ്പമില്ല. ഇത് ഫുൾ എമൗണ്ടിനല്ലേ ടാക്സും കാര്യങ്ങളെല്ലാം അതിലും പേര് നമ്മൾ ഇനിഷ്യലി അങ്ങോട്ട് അത് തന്നെയാണ് നല്ലത്. കാരണം ഇതിനെ സംബന്ധിച്ച് ഇതിന്റെ ഫീച്ചേഴ്സ് വെച്ച് ഇതിന് വില കുറവാണ്. മറ്റുള്ള ബാക്കിയുള്ള കമ്പനികളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിന് വളരെ കുറവാണ്. ഇപ്പൊ നെക്സോണുമായിട്ട് കമ്പയർ ചെയ്താൽ പോലും അല്ലേ? അതെ. തീർച്ചയായിട്ടും. ഇതിപ്പോ ഏത് വേരിയന്റ് ടോപ്പ്? ഇതിന്റെ ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. എസൻസ് എന്ന് പറയാം അല്ലേ? ടോട്ടൽ 3 വേരിയന്റ് ആണ് വരുന്നത്. എക്സിക്യൂട്ടീവ് 3 വേരിയന്റ് ആണെന്ന് തോന്നുന്നു. 3 വേരിയന്റ് അതിൽ ഏറ്റവും ടോപ്പ് വേരിയന്റ്. അതെ. ശരിക്കും ഈ MGയിലോട്ട് എത്തിപ്പെടാനുള്ള സാഹചര്യം എന്തായിരുന്നു? വേറെ അല്ല, MG എനിക്ക് പണ്ട് തൊട്ട് ഇഷ്ടമുള്ള വണ്ടിയായിരുന്നു. പിന്നെ ഈ ഹെക്ടറിനകത്താണ് ഇത് ആദ്യമായിട്ട് ഈ ഫെസിലിറ്റീസ് മുഴുവൻ കൊണ്ടുവരുന്ന ഹെക്ടറാണല്ലോ. ഹെക്ടർ ഫസ്റ്റ് ഇറങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു അത് എനിക്ക് 2-3 വണ്ടി എനിക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ അന്ന് കുട്ടികൾക്കൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു ഈ വണ്ടി. ഇതിനകത്ത് ഇത്ര ഫെസിലിറ്റി നമ്മൾ വോൾവോയിലൊക്കെ ഉള്ള പോലെയുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നതിന്. അത് പിന്നെ അതിനെ സംബന്ധിച്ച് ഇത് യാത്രയൊക്കെ കംഫർട്ടാണ്. അപ്പോൾ ഞാൻ ഈ ക്രിസ്റ്റ ഇതും കൂടി യൂസ് ചെയ്തുകൊണ്ട് അതേ ഫീല് തന്നെ അതിന് കുറച്ചുകൂടെ ബെറ്റർ ആണെങ്കിലേ ഉള്ളൂ. ഇത് പെട്രോളും കൂടി ആണല്ലോ. വളരെ സുഖമായിട്ട് യാത്ര ചെയ്യാം. പിന്നെ ഇതിന് മൈലേജ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ചെറിയ പ്രശ്നം. നമ്മളൊരു ബിസിനസ് സംബന്ധമായിട്ട് ഒരുപാട് ഓട്ടോ ഉള്ളവർക്ക് പറ്റിയല്ല. അതേസമയം ഇപ്പം ചെറിയ ഓട്ടോ ഒക്കെയാണ്. ഇപ്പം എനിക്ക് 2 വണ്ടി യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കുഴപ്പമില്ലായിരുന്നു. അത് തന്നെ ആകുമ്പോഴത്തേനും നമുക്കത് ഫുൾ ഓട്ടോ അതേ വരുമ്പോൾ അത് പ്രശ്നമാണ്. വലിയ പാടാണ്. പിന്നെ ഇതിൻ്റെ ഒരു സൈസും കാര്യങ്ങളൊക്കെ വലിപ്പമല്ലേ? ശരിക്കും ഇത്ര നാളത്തെ വിഭവത്തിൽ എങ്ങനെയുണ്ടായിരുന്നു ഹെക്ടറിന്റെ ഒരു യൂസർ? അതിൽ ശരിക്കും അതിന് ഒരു പൈസയുടെ പണിയില്ല ആ വണ്ടിക്ക് അല്ലേ. ഒരു സർവീസ് കോസ്റ്റും ഇല്ല. ഓയിൽ മാറുന്ന ചിലവ് മാത്രമേ ഉള്ളൂ. ഓക്കെ. അത് വളരെ ഈ MG എന്ന് പറയുമ്പോൾ ആൾക്കാർ ഭയങ്കരമായിട്ട് ഭയപ്പെടുന്നുണ്ട്. പക്ഷേ അതിന് 1 രൂപയുടെ പണിയില്ല. ഈ പറഞ്ഞാൽ ഭയങ്കര യാത്രാ കംഫർട്ട് എല്ലാം ഉണ്ട് വണ്ടിക്ക്. അതിന് മൈലേജ് ഇല്ല എന്നുള്ളത് കാരണം അത് ഇത്രയും ബോഡി വെയിറ്റ് ഉള്ള ഒരു വണ്ടിയാണ്. എനിക്ക് തോന്നുന്നു 2000 കിലോ എങ്ങാണ്ട് വെയിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. 2000-2500 എങ്ങാണ്ട് വെയിറ്റ് ഉണ്ട്. ഈവൻ തേർഡ് റോ സീറ്റ് ഒക്കെ 2 റോ സീറ്റ് അതേ സ്പേസ് ആണ് ഇതിലും വരുന്നത്. ഞാൻ അതിന്റെ മെഷർമെന്റ് ഒക്കെ നോക്കി ഏകദേശം ഈ അകവല്ല
എല്ലാം സെയിം ആണ്. ഇതിന് ഫ്രണ്ട് വശവും ബാക്ക് വശവും ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടാണ്. അത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അതേ ആ ഷെല്ലിൽ തന്നെ ആയിരിക്കണം ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു പ്ലാറ്റ്ഫോമിന്റെ, അതായത് വേറെ പ്ലാറ്റ്ഫോമായിട്ട് കൂട്ടി ജോയിൻ ചെയ്താണ് ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ ഇതിന് ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഇന്ത്യൻ വണ്ടി നോക്കുവാണെങ്കിൽ എർട്ടിഗയുടെ ഒക്കെ സെയിം വലിപ്പം തന്നെയാണ്. ചെറിയ മില്ലിമീറ്റർ ഡിഫറൻസ് ഒക്കെയാണ് അതിന്റെ ടോട്ടൽ ലെങ്ത് നോക്കിയാൽ ശരിയാന്ന് തോന്നുന്നു. സെഡാനും ഒരു എസ്യുവിയും കൂടെ കൂട്ടി യോജിപ്പിച്ചല്ലേ. ഇതിനിപ്പോ 18 ഇഞ്ച് വീലൊക്കെയാണ്. കാരണം ഇത് മറ്റേത് എനിക്ക് തോന്നുന്നു 17 തോന്നുന്നു ഹെക്ടറിന്. ഇതിന് 18 ഇല്ല. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് കൺസ്ട്രക്ഷൻ വർക്കും കൂടെ ഉണ്ട്. അപ്പൊ ഞാൻ ഇത് ഉള്ള സൈറ്റിൽ കൂടെ എല്ലാം കയറാനും ഇപ്പൊ ഇതിന്റെ ഈ ഇത്രയിലും നമുക്ക് വേണം തീർച്ചയായും. ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലെങ്കിൽ പാടായിരിക്കും. നമ്മുടെ ഈ റോഡ് കണ്ടീഷൻസിന് എസ്യുവി അല്ലാതെ ഒരു പറ്റുമല്ലോ, ഭയങ്കര പാടാണ്. അതെ. ഈ സെഡാനെ കൊണ്ടുപോയിട്ട് അടിയടിക്കുന്ന എപ്പോ ആണെങ്കിലും പിന്നെ ഉറപ്പായിട്ടും BYD നല്ലൊരു വണ്ടിയാണ്. അവരുടെ സീല് നല്ല വണ്ടി, പക്ഷെ അതിന് ഒട്ടും ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ല. സ്പോർട്ടി ഡിസൈൻ. അതെ. അത് കൊണ്ടുനടക്കണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് പറ്റില്ല. ഈ മലയും കുന്നും ഒക്കെ അല്ലേ ഇവിടെ മുഴുവൻ. തമിഴ്നാട്ടിലോട്ടോ ബാംഗ്ലൂരിലോട്ടോ. തീർച്ചയായിട്ടും. ഇപ്പം ഇതിപ്പോ എടുത്തിട്ട് എത്ര നാളെ വണ്ടി? ഇതിപ്പം ഒരാഴ്ചയായി. നമുക്കിപ്പം കിലോമീറ്റർ ആയോ? 1000 കിലോമീറ്റർ ഓടിച്ചു. ഒരാഴ്ച കൊണ്ട് 1000 കിലോമീറ്റർ ആയി. ഇപ്പം എങ്ങും പോയിട്ടില്ല. ഈ ലോക്കൽ ഓട്ടം മാത്രം. ആകെ ഒന്ന് മൂന്നാർ പോയി, അത് മാത്രമേ ഉള്ളൂ. ശരിക്കും ഒരു 1000 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫസ്റ്റ് ഇംപ്രഷൻ പറയാനുണ്ട് ശരിക്കും വണ്ടിയുടെ. വണ്ടി ഇപ്പം പിന്നെ കംഫർട്ടൊക്കെ എല്ലാം അതുപോലെ തന്നെ, നമുക്ക് ഒന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഈ റേഞ്ചിനെ സംബന്ധിച്ച് നമുക്ക് കയറ്റം കയറുകയാണെങ്കിൽ ഇത് നമ്മൾ കാല് കൊടുത്തു പോകുന്നതുകൊണ്ട് അതിൻ്റെതായ കുറവ് വരുന്നുണ്ട്. അത് പക്ഷേ അത് തിരിച്ചു വരുമ്പോൾ അത് റീജനറേഷൻ കിട്ടുന്നുണ്ട്. ഞാൻ മൂന്നാറിൽ നിന്ന് ഇത് ബാറ്ററി ഫുള്ള് ചാർജ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ വന്നപ്പോൾ ഏകദേശം 110 കിലോമീറ്ററോളമാണ്, 110-120 കിലോമീറ്ററാണ് ഇവിടെ വരെ കിലോമീറ്റർ വന്നത്. പിന്നെ ഒരു 180 എങ്ങാണ്ട് ഓടാനുള്ളത് ബാലൻസ് കിടപ്പുണ്ട്. ശരിക്കും MG പറയുന്നത് ഇപ്പം 330 കിലോമീറ്റർ റേഞ്ച് ആണ് ഇത് പറയുന്നത്. എനിക്ക് ഇതിലേക്ക് നോർമലി ഓടിക്കുമ്പോൾ ഒരു 280 ഒക്കെ കിട്ടുന്നുണ്ട്. ശരിക്കും ഇവരുടെ ഭയങ്കര ഇപ്പൊ ഈ കോമറ്റിനാണെങ്കിലും പോലും അവിടെ 200 കിലോമീറ്റർ 220 കിലോമീറ്റർ പറഞ്ഞാൽ 200 കിലോമീറ്റർ റേഞ്ച് ആക്യുറസി ഉണ്ട്. എല്ലാവരും ഇതിപ്പോ ഇതിനു മുമ്പ് ഞാൻ ECDB ഒക്കെ ഉപയോഗിച്ച് ഒത്തിരി പേരോട് ചോദിച്ചു, അവർക്കെല്ലാം ഇത് കറക്റ്റ് ആയിട്ട് കിട്ടുന്നു. ഓൾമോസ്റ്റ് എല്ലാം ഒരു സിമിലർ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇവരുടെ ഒരു പ്രീമിയം സെഗ്മെന്റ് അവർ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഈ ഓടിക്കുന്ന കണ്ടീഷൻ, പിന്നെ ഈ 330 കിട്ടണമെങ്കിൽ മറ്റേ എക്കോ പ്ലസും മറ്റേ റീജനറേഷൻ സിസ്റ്റമൊക്കെ യൂസ് ചെയ്ത് മാക്സിമം, അന്നേരം അതൊരു കംഫർട്ട് ഇല്ലാവും. നമുക്ക് ഓടിക്കാൻ പാടായിരിക്കും, പെഡൽ കുറച്ചുകൂടെ ടൈറ്റ് ആവും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ എക്കോ മോഡ് ഇട്ട് നമ്മൾ ഈ റീജനറേഷൻ ഏറ്റവും കൂടിയത് നോർമൽ, പിന്നെ ഹെവിയാന്ന് തോന്നുന്നു. ആ ഹെവി ഇട്ട് കഴിയുമ്പോൾ നമ്മൾ പെഡൽ കൊടുക്കുമ്പോൾ ഒരു ബലമായിരിക്കും. അധികം കാല് കൊടുക്കണ്ട, അതെന്തോ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ പിന്നെ അതിലൊരു ആരോ മാർക്കുണ്ട്. അത് നമ്മൾ അത് ലെവൽ ചെയ്ത് നോക്കി ഓടിക്കുകയാണെങ്കിൽ ഈ റീജനറേഷൻ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ എനിക്ക് തോന്നുന്ന ഒരു നോർമലിൽ ഇട്ടിട്ട് പോവുകയാണെങ്കിൽ പോലും ജസ്റ്റ് കാല് കൊടുത്ത് നിർത്തുകയാണെങ്കിൽ നമ്മൾ കാലെടുക്കുമ്പോഴേ റീജനറേഷൻ കാണിക്കും. വളരെ ചെറിയ കാലൊക്കെ കൊടുത്ത് അധികം സ്പീഡില്ലാതെ പോവുകയാണെങ്കിൽ മുഴുവൻ കിട്ടും. ശരിക്കും പറഞ്ഞാൽ അത് നമുക്ക് ശരിക്കും മൈൻഡ് വേണം. അതെ. നമ്മളെ സംബന്ധിച്ച് ഇപ്പം പവറിന്റെ കാര്യത്തിൽ നല്ല പവർ ആയതുകൊണ്ട് പോകും. ഒരു കാര്യമുണ്ട്, നമുക്ക് ഒത്തിരി ലോങ് റേഞ്ച് പോകുമ്പോഴേ ഉള്ളൂ ഇതിന്റെ ആവശ്യം. നമ്മൾ ലോക്കൽ ഓട്ടങ്ങളൊക്കെ കൂടുതൽ. പിന്നെ 40 മിനിറ്റ് കൊണ്ട് ചാർജ് ആവുന്നുണ്ട്. ഫാസ്റ്റ് ചാർജ് നമ്മൾ ഈ വഴിയിൽ നിന്ന് ചാർജ് ചെയ്യുന്ന ഇപ്പോൾ ഒത്തിരി എണ്ണം ഉണ്ടല്ലോ. ഞാൻ ഒരു പ്രാവശ്യം പുറത്തുനിന്ന് ചെയ്തുള്ളൂ. അപ്പം ഞാൻ ഓർത്ത് ഇത് എപ്പോഴാണെന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞാനിത് കുത്തിയിട്ട് ഹോട്ടലിൽ വരെ നടന്നു പോയ സമയത്ത് അവിടെ ചെന്നപ്പോഴത്തെ ഇത് ചാർജായി. അത്രയും സ്പീഡിൽ സാധനം കറക്റ്റ് ഫോണെ നമുക്ക് അറിയാം. ശരിക്കും 80% അവർ പറയുന്നത് 50 മിനിറ്റ് കണ്ടാ പറയുന്നത്. പക്ഷേ എനിക്ക് 35-40 ഉണ്ടായിരുന്നപ്പോഴാണ് ഞാൻ കുത്തിയിട്ട് പെട്ടെന്ന് തന്നെ ചാർജായി. നമുക്ക് വീട്ടിലെ കുത്തിയിട്ടുമ്പോൾ തന്നെ എന്തോരം വീട്ടിലൊരു സമയം എടുക്കുന്നുണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നു ഇതിന്റെ കൂടെയുള്ള ചെറിയ ചാർജർ ഉണ്ടല്ലോ, അതുപോലും കുത്തിയിട്ടാൽ നമുക്കൊരു നമ്മളിപ്പോൾ ഒരു 10 മണിക്ക് കൊണ്ടേ കുത്തിയിട്ടാൽ രാവിലെ ആകുമ്പോഴത്തേനും ഒരു 99% ആവും. മറ്റേത് അതിന് മുമ്പേ ആകുന്നുണ്ട്. രണ്ട് ടൈപ്പ് ചാർജർ ഉണ്ടല്ലോ. അതെ. അപ്പോൾ ചെറുതാണേലും കുഴപ്പമില്ല. അത് ഞാൻ പറഞ്ഞു, അത് നല്ല ചാർജിങ് തന്നെ ആകും. ഈ ശരിക്കും പറഞ്ഞാൽ ഇവന്റെ ഫീച്ചർ കണ്ടിട്ട് ആകസ്മികമാണോ, അല്ലെ ടാറ്റ നെക്സോണോ അല്ലെ അങ്ങനെ വല്ല നോക്കിയായിരുന്നോ? ഇല്ല, എനിക്ക് അങ്ങനെയുള്ള, ഞാൻ ടൊയോട്ട ഫാനാണ്. അവിടുന്ന് ഞാൻ MGയിലേക്ക് ഷിഫ്റ്റ് ആയത്. ശരിക്കും MGയിലേക്ക് ഷിഫ്റ്റ് ആയി കഴിഞ്ഞാൽ ഇവര് ഫീച്ചർ കൊണ്ട് നമ്മളെ അങ്ങോട്ട് മനം മയക്കുന്ന അത് കാര്യത്തിൽ ഈ പ്രൈസിങ്ങും ഇവരുടെ ഫീച്ചേഴ്സും സേഫ്റ്റിയും എല്ലാം ഭയങ്കര. ഇതിന്റെ ഡോറൊക്കെ തുറന്നാൽ തന്നെ അറിയാം നല്ല ക്വാളിറ്റിയാണ് വണ്ടിക്ക്. ഇപ്പൊ പറഞ്ഞ എനിക്ക് തോന്നുന്നത് ഇതിപ്പോ ആരെങ്കിലും കണ്ടു ഇതിനകത്തൊരു TV വെച്ചേക്കാം. ഇപ്പൊ എല്ലാരും ചോദിക്കുന്നത് ഇതിന് തന്നെ ഇത്രയും പ്രൈസ് കുറച്ചിറക്കുന്നതെന്നാ ചോദിക്കുന്നത്. ഇത്രയും വലിയ റിച്ച് ഫീച്ചറിസ്റ്റിക് ആയിട്ട് വണ്ടി ഇറക്കുമ്പോൾ കുറച്ചൊരു അഡ്വാൻസ് ആണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു മഹീന്ദ്ര കുറച്ചുകൂടെ അടുത്ത സെഗ്മെന്റിലേക്ക് XC60 XC90
ഭയങ്കര ഫീച്ചറിസ്റ്റിക് ആണ്. ഓക്കെ ഓക്കെ. പ്രൈസ് റേഞ്ച് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 20 പോകും. വരുന്നാകട്ടെ. ഇതിപ്പോ നമുക്ക് ഓൺ റോഡ് വന്നതിന് എത്ര രൂപ? ഇതിന് 17,000 രൂപയുള്ളൂ. 17,000 രൂപ. ആക്സസറീസ് വല്ലതും അഡീഷണൽ? അതെല്ലാം കൂട്ടിയാ. ഇതിന് കുറച്ച് സാധനങ്ങൾ അത് കമ്പനി തന്നെ വരുന്ന ആക്സസറീസാ. എല്ലാം അടക്കം ഇത്രേ ഉള്ളൂ. 17 ലക്ഷം രൂപ ഏറ്റവും ടോപ്പ് വേരിയന്റ്. അതാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈവൻ നെക്സോൺ എടുക്കുകയാണെങ്കിൽ പോലും 18-19 ലക്ഷം. പിന്നെ മഹീന്ദ്രയുടെ 400 അതിനുമൊക്കെ ഈ പറഞ്ഞ 19 ലക്ഷം രൂപ അടുത്ത് വിലയുണ്ട്. ഇപ്പൊ അവര് വില കുറച്ചായിരുന്നു. ഈ റീസെയിൽ കുറയുന്നുണ്ട് ഭയങ്കരമായിട്ട്. ഇവിയുടെ ഈ റേറ്റ് കുറച്ച് എനിക്ക് തോന്നുന്നു നമ്മുടെ ടാറ്റ നെക്സോൺ 22 ലക്ഷം രൂപ ഓൾമോസ്റ്റ് ഓൺ റോഡ് ആയിരുന്നു. അവിടെ പുതിയ ജനറേഷൻ ഇറങ്ങിയില്ലേ, അത് ഇപ്പൊ 19 ലക്ഷം രൂപ അത്രയും പ്രൈസ് റേഞ്ച് കുറച്ചു. ആ ഒരു ഇതിലോട്ട് വല്ലതും പോയായിരുന്നു? ഇല്ല, ഞാൻ അങ്ങനത്തെ ഒരു വണ്ടിയിലും ആകെ BYD ആയിരുന്നു ഒരു മനസ്സിലുണ്ടായിരുന്നു. അവരുടെ ഒരു BYD മോശമല്ല, നല്ല പെർഫോമൻസ് ആണ്. അതും ഈ പറഞ്ഞ പോലെ പ്രൈസ് ഇച്ചിരി കൂടുതലാണ്. പക്ഷെ വണ്ടി അത്ര അടിപൊളിയാണ് സാധനം. പിന്നെ എന്നാൽ നമുക്കൊരു കൺഫ്യൂഷനാണ്, ഈ BYD എന്ന് കാണുമ്പോൾ ആൾക്കാർക്ക് ഇപ്പോഴും അങ്ങ് കത്തിയിട്ടില്ല. വണ്ടി പിന്നെ എടുക്കാനുള്ള വണ്ടിയുണ്ട്. ഞാനൊരു 3 പ്രാവശ്യം ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കി. അത് നമുക്കൊരു സംശയം കൊണ്ട് വീണ്ടും സീല് അത്ര കറക്റ്റാണ്. അങ്ങനെ ചെറിയ കട്ടറൊന്നും ഇടിക്കുകയല്ല വണ്ടി. പക്ഷെ പിന്നെ നമുക്ക് എനിക്ക് പറ്റിയല്ല, അവിടെയാണ് പ്രശ്നം. നമ്മുടെ ഈ ജോലി ഇങ്ങനെ ബന്ധപ്പെട്ട് നടക്കേണ്ട വരുന്നതുകൊണ്ടാണ് പ്രശ്നം. BYD SUV നോക്കിയായിരുന്നു അത്, പക്ഷേ അത് എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല. അതിലും ഇതാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, പ്രൈസ് എന്ന് പറഞ്ഞ ഒരു ഭയങ്കര വ്യത്യാസമാണ്. അതേ ക്വാളിറ്റി നമുക്ക് ഇവിടെ കിട്ടുമ്പോഴത്തേനും അതെ അതാണ് അതിൻ്റെ ഈ വിലയാണ് ഇതിൻ്റെ ഏറ്റവും. കാരണം ഇതിപ്പം നമ്മൾ ഈ ബാറ്ററി ഉള്ള വണ്ടി എടുക്കുമ്പോൾ നമുക്ക് റീസെയിൽ ഉണ്ടോ അങ്ങനെയൊക്കെ ഉള്ളൊരു പേടിയും കൂടെ വരുമല്ലോ. ഇതേ സമയം ഇത് ലൈഫ് ലോങ് ഗ്യാരണ്ടി പറഞ്ഞുകൊണ്ട് ആദ്യം ഇറങ്ങുന്ന വണ്ടിയാണ്. നമുക്ക് ഇനിയിപ്പം ഇതിപ്പം കൊടുക്കേണ്ട കാര്യമില്ല, ലൈഫ് ലോങ് ഗ്യാരണ്ടി ഉണ്ട്. ഇതിപ്പം ഓണർഷിപ്പ് മാറിയാലേ ഇതിൻ്റെ ഗ്യാരണ്ടി കുറവുള്ളൂ. അപ്പോൾ നമുക്കിത് ഉപയോഗിക്കാം. ഇതിവിടെ ഇലക്ട്രിക് വണ്ടിയായിട്ട് ഇവിടെ കിടന്നോളൂ. ശരിക്കും പറഞ്ഞാൽ ഇത് യൂസ് ആൻഡ് ത്രോ എന്നുള്ള സിസ്റ്റം. അതെ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ ടാറ്റ EVs ഒക്കെ റീസെയിൽ വാല്യൂ ഭയങ്കര ഡ്രോപ്പാണ്. ഇപ്പം എൻ്റെ ഒരു യൂസറിന് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് അവർ 4 വിലയ്ക്ക് 21 ലക്ഷം രൂപ എടുത്ത വണ്ടി 13 ലക്ഷം രൂപയ്ക്ക് 6 മാസത്തിന് ശേഷം മറിച്ച് വിറ്റു. ഇവിടെ കുറച്ച് കംപ്ലൈന്റ്, ഇതിപ്പോൾ ഒറ്റപ്പെട്ട സംഭവങ്ങളായിരിക്കാം, പക്ഷേ ഈ ബയാസ്ഡ് ആയിട്ട് വരുന്നതായിരിക്കാം. പക്ഷെ എന്നിരുന്നാലും ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ടും ഈ കംപ്ലൈൻസ് പ്ലാറ്റ്ഫോം വരുന്നതുകൊണ്ടാണ് സർവീസിന്റെ ഒരു ബെനിഫിറ്റ്. പക്ഷെ എനിക്ക് ഈവൻ ഞാൻ EVയുടെ ഞങ്ങളുടെ തൊട്ട് ഒരു സുഹൃത്തായ ഒരാൾ വണ്ടി എടുത്തു, 25,000 കിലോമീറ്റർ കഴിഞ്ഞിട്ട് അതിന്റെ ലോങ് ടൈം റിവ്യൂ എടുത്തു. ആള് പുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. ഇതുവരെ ZEV ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഭയങ്കര കംഫർട്ടാണ്. നമ്മുടെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് ZEV യൂസ് ചെയ്യുന്നുണ്ട്. ഓട്ടം കൂടുതലുള്ളവർക്ക് ഒരു ഭയങ്കര ലാഭമായി വണ്ടി ഭയങ്കരമായിട്ട്. ഇപ്പൊ ഒരു 1000 കിലോമീറ്റർ ഓടിയിട്ട് റേഞ്ചിനകത്ത് വല്ല ആക്യുറസി? റേഞ്ചിനകത്ത് ഒരു പ്രശ്നങ്ങളൊന്നും വന്നില്ല. ഇതിന് ഇപ്പം ജസ്റ്റ് എനിക്ക് ഇന്നലെ ഒരു ചെറിയ കംപ്ലൈന്റ് കാണിച്ചതിനാന്ന് വെച്ചാൽ ഇതിന്റെ സിസ്റ്റം ഒന്ന് ഹാങ് ആയി. അപ്പം ഒരുപക്ഷെ ഇവിടെ നെറ്റ് ഇച്ചിരി കുറവുള്ള സ്ഥലമാണ്. അപ്പോൾ ഇതിൽ 4G കിടക്കുന്ന എനിക്ക് തോന്നുന്നു എയർടെല്ലാന്ന് തോന്നുന്നു. അപ്പം ഇവിടെ നമ്മൾ വണ്ടി എടുക്കാൻ നോക്കിയിട്ട് ഇത് പുറകോട്ട് പോകുന്നില്ല, പാർക്ക് അപ്ലൈ ചെയ്തിട്ട് കിടക്കുക. അപ്പോൾ അത് ഞാൻ ഇവരുടെ മറ്റേ 24 hours ഐക്കോൾ ഉണ്ട് ഇതിനകത്ത് തന്നെ. അവരെയൊക്കെ വിളിച്ചു. അവർക്കത് അവരുടെ ടെക്നീഷ്യൻസിന് ഒന്നും മനസ്സിലായില്ല സംഭവം എന്താ സംഭവം പിടികിട്ടുക. കാരണം അവർ സമയം കഴിഞ്ഞു പോയി, ഈ രാത്രി ആയതുകൊണ്ട് ഇതിൻ്റെ സർവീസ് സെൻറ്ററിലേക്ക് കണക്ട് ചെയ്യാനും പറ്റിയില്ല. അപ്പോൾ ഏതായാലും ഇത് നേരത്തെ വണ്ടിയിലും ഇതുപോലെ തന്നെ ഈ ഇടയ്ക്ക് സിസ്റ്റം ഹാങ് ആകുന്നൊരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് അതൊരു ബാറ്ററി പിടിച്ചാൽ അത് ക്ലിയർ ആവും. അപ്പോൾ ഇത് ഞാനത് തുറന്നിട്ട് ബാറ്ററി പിടിച്ചു. അപ്പോൾ സിസ്റ്റം റീബൂട്ടായി പ്രോബ്ലം തീർന്നു. നമ്മൾ ഈ മൊബൈലിലൊക്കെ ഈ ടച്ച് വീണ് കിടക്കുമ്പോൾ മാറ്റാൻ പറ്റാതെ വരുമല്ലോ എന്ന് പറഞ്ഞ ഒരു അവസ്ഥയാണ്. അതൊരു പോയിന്റാണ്. ഇനി ഇത് വാങ്ങിക്കുന്നവർക്ക് ഇതുപോലെ എന്തെങ്കിലും വന്നാൽ അവരെ വിളിക്കാൻ നിൽക്കണ്ട, നേരെ ബാറ്ററി പിടിച്ചാൽ സംഭവം ബഗ്ഗാവുന്നതാണ്. ഇനിയിപ്പോ ഇതിന് അപ്ഡേഷൻസ് ഒക്കെ വരാനുണ്ട്. വണ്ടി ഇപ്പൊ ലോഞ്ച് ഇതിനെ സംബന്ധിച്ച് ഇതിന്റെ കൺട്രോൾസ് മുഴുവൻ സിസ്റ്റത്തിലാണ്. അപ്പം ഇത് മാനുവലായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ പാർക്ക് ബ്രേക്ക് പോലും കംപ്ലീറ്റ് ശരിക്കും പറഞ്ഞാൽ ഫ്യൂച്ചറിസ്റ്റിക് ആണ്, അഡ്വാൻസ് ആണ് വണ്ടി അല്ലേ. കംപ്ലീറ്റ് അതിന് ആകെപ്പാടെയുള്ള AC-യുടെ കൺട്രോൾസും പിന്നെ ഇൻഡിക്കേറ്റേഴ്സും മാത്രമേ ഉള്ളൂ മാനുവലായിട്ടുള്ള. ബാക്കിയെല്ലാം ഇതിലാണ്. അങ്ങനെ ഒരു ലോങ് ജേർണി ഒക്കെ നടത്തി 3 വരെയൊക്കെ പോയി
യാത്രാസുഖം കംഫർട്ട് മറ്റേതുപോലെ തന്നെ. പിന്നെ ഇതിന്റെ ഒരു സീറ്റിംഗ്, ഇതൊരു പ്രത്യേക സീറ്റിംഗ് ആണല്ലോ. അതിന്റെ ബാക്ക് സൈഡ് ഒരു സോഫ പോലെയാണ് ഇരിക്കുന്നത്. ഭയങ്കര സ്മൂത്ത് ആയതുകൊണ്ട് ഈ നടുവിന് എനിക്കിപ്പോൾ കുറച്ച് ഈ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ഈ വടി പോലെയുള്ള മറ്റേ വണ്ടിയുടെയൊക്കെ ഇപ്പോൾ ഇന്നോവയിലൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മുടെ സീറ്റ് നല്ല നേരെയായിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു ചെറിയ ഒരു കുഷനിങ് കൂടുതലുണ്ട്. നമ്മൾ ബാക്കിലേക്ക് വെയിറ്റ് വരുമ്പോൾ അതിങ്ങനെ കുഷൻ ചെയ്തിരിക്കും. അപ്പോൾ അതിന് ചെറിയ പെയിൻ വരുന്നുണ്ട്. അതിന് നമുക്കൊരു പിന്നെ ബാക്കിൽ കുഴപ്പമില്ല, ഫ്രണ്ടിലെ സീറ്റിന് ഇച്ചിരി ടൈ സപ്പോർട്ട് കുറവുണ്ട്, ചെറിയതായിട്ടൊരു കുറവുണ്ട്. ശരിക്കും കമ്പയർ ചെയ്യുന്നത് നമ്മൾ ഹെക്ടറിനെ അപേക്ഷിച്ചാണ് പറഞ്ഞത് കേട്ടോ. ഹെക്ടറും ഇന്നോവയുടെയൊക്കെ സീറ്റ് കുറച്ചുകൂടെ ഇത് കൂടുതലാണ്. ഇതിന്റെ ഈ പറഞ്ഞ ആ ഒരു ബാക്കിൽ അതേസമയം അത് നമുക്കൊരു കുഷനുണ്ട്, അത് ഞാൻ ഇട്ട് കഴിയുമ്പോൾ ഓക്കെ. ആ ബാക്കിൽ ഇടുന്ന നമ്മളൊരു കുഷൻ വാങ്ങിക്കാൻ കിട്ടും. അത് ഇട്ട് കഴിഞ്ഞാൽ ആക്സസറീസ് അല്ല, അത് ഓൺലൈനിലെല്ലാം കിട്ടും. നമ്മൾ ഇരിക്കുന്നതോടെ ഒരു കുറച്ചുകൂടെ ബാക്ക് സൈഡ് കുറച്ചുകൂടെ ഒന്ന് പൊക്കിയിട്ടൊരു ഷൂവിന്റെ ഹീല് പോലെ ഇരിക്കുന്ന ഒരു സാധനമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവര് ഒത്തിരി കുഷനിങ് കുഷനിങ് കൂടുതലാ. ഇച്ചിരി വെയിറ്റ് ഒക്കെ വരുമ്പോഴത്തേന് ആ സാധനം മറ്റുള്ള സീറ്റുകൾ കുറച്ചുകൂടെ സ്റ്റിഫായിട്ടാണല്ലോ ഇരിക്കുന്നത്. ഇത് ഇങ്ങനെ നമ്മൾ ഇരിക്കുമ്പോൾ അങ്ങ് ആ ഭാഗം താന്നു. ആദ്യം നമ്മളിപ്പോ ചെറിയ യാത്രയൊക്കെ ആണെങ്കിൽ അത് വലിയ വിഷയമില്ല, ലോങ് ജേർണി ഒന്നുമില്ല. അത് അല്ലെങ്കിലും ഡ്രൈവർ സീറ്റിന് കുഴപ്പമില്ല. അപ്പം എന്റെ മോൻ വണ്ടി ഓടിക്കുമ്പം ഈ ഞാൻ ഇപ്പുറത്തെ സീറ്റിൽ അഡ്ജസ്റ്റ്മെന്റ് ഇല്ല, മറ്റേ സീറ്റിന് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, ഇങ്ങനെ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ട്. ഇതിനതില്ല. ഇതിന് ബാക്കും മുന്നോട്ടും പുറകോട്ടും പോകുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ ചെയറും മാത്രമേ ഉള്ളൂ. ഇത് മറ്റേതാ സീറ്റ് പൊക്കാവുന്ന ഓപ്ഷൻ ഉണ്ട്. 6 വേ അഡ്ജസ്റ്റ്. യാത്രാസുഖവും വണ്ടിയിൽ ഭേദപ്പെട്ട രീതിയിൽ ഇപ്പം നിലവിൽ കുഴപ്പമില്ല. ഈ പറഞ്ഞ ലോങ് ഒക്കെ പോവാണെങ്കിൽ മാത്രം ഒരു ഡിസ്കംഫോർട്ട് അല്ലേ? അത് ഈ പറഞ്ഞ അത് വലിയ, അത് എന്നെ സംബന്ധിച്ച കേസാ, ബാക്കി ആർക്കും ഇല്ല. ഇതിവിടെ ഇപ്പൊ ഒറ്റപ്പെട്ട സംഭവം. 4 പേര് യാത്ര ചെയ്യുമ്പോൾ എനിക്ക് മാത്രമേ പ്രശ്നം വരുന്നുള്ളൂ, വേറെ ആർക്കും ഇല്ല. അല്ല, നമ്മളെ കുറച്ചുകൂടെ enthusiastic ആയിട്ട് നോക്കുന്നുണ്ട്. ബാക്ക് സീറ്റ് റൈഡിങ്ങിലൊക്കെ ആൾക്കാർ ബാക്ക് സീറ്റ് ഭയങ്കര സുഖമാണ്. കാരണം ഇത് സോഫ പോലെ പുറകോട്ട് ഇറങ്ങിയല്ലേ ഇരിക്കുന്നത്. മറ്റേ വണ്ടി പോലെ തന്നെ അത്ര ഇടയുണ്ട്, ലെഗ് റൂം ഭയങ്കരമാണ് ബാക്കിൽ. ഈ പറഞ്ഞ പോലെ ഒരു 10 പേർക്ക് ജീവിക്കാനുള്ള ഒരു ബൂട്ട് സ്പേസ് അതിനകത്തുണ്ട്. അത് ഈ സീറ്റോടെ മടക്കിയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ. പക്ഷേ ഈ വണ്ടി കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ പിക്ചേഴ്സൊക്കെ നമ്മൾ നേരത്തെ കണ്ടെങ്കിലും ഇതൊരു നമ്മളോർത്ത് ഈ മറ്റേ ഇവരുടെ വേറൊരു വണ്ടിയാണല്ലോ കൊമറ്റ് പോലെയുള്ള ഒരു സാധനമാണെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. സൈസ് തോന്നുന്നില്ല. അപ്പൊ ഇത് ലോഞ്ച് ചെയ്തപ്പോൾ അതിന്റെ വീഡിയോ കണ്ടപ്പോഴാണ് ആൾക്കാർ ഇതിന്റെ ഒപ്പം നിൽക്കുന്ന കാണുമ്പോഴാണ് ഇതിന്റെ ഒരു ഹൈറ്റ് പിടിയിട്ട് മനസ്സിലാവുന്നത്. അങ്ങനെയാണ് ഞാനിത് ബുക്ക് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓർക്ക് ഇതാണ് കാണുമ്പോൾ കുഞ്ഞ് ഹാച്ച് ബാഗിന്റെ ഒക്കെ വലിപ്പം വരുന്നുള്ളൂ. അപ്പൊ ഇതിന് ഈ പ്രൈസ് അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഓർത്ത് ഇത് നല്ല വില വരുമായിരിക്കും, 10-25 ലക്ഷം രൂപ വരുമായിരിക്കും എന്ന് ഓർത്ത്. വീട്ടിൽ ഒരു സോളാർ പ്ലാന്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഫ്രീ കോസ്റ്റ് ആയിട്ട് ഈ സാധനം പോവുകയും ചെയ്തു. അപ്പം വേറെ ഇപ്പം സർവീസിന്റെ എത്ര ഫസ്റ്റ് സർവീസ് പീരീഡ് വല്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അവര്? ഇതിന് ഈ EZDV ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് സർവീസ് കോസ്റ്റ് ഇല്ല. ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ അവർക്ക് പറഞ്ഞാൽ 1000 രൂപ 1200 രൂപയൊക്കെ. എനിക്ക് തോന്നുന്നു 40,000 കിലോമീറ്ററിന് 2000 രൂപ അങ്ങനെയൊക്കെ മാക്സിമം വന്നിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഓയിൽ ചാർജ് എന്നൊക്കെ വേണ്ടി പഞ്ചിനൊക്കെ വരുന്നതാണ്. പക്ഷെ എനിക്ക് EV-ലോട്ട് മഹീന്ദ്രയിലോട്ടൊക്കെ ആ ചാർജ് കുറവാണ്. അതിനെ കുറിച്ച് അറിയത്തില്ല. ഏതായാലും മറ്റേ ഹെക്ടറിനെ സംബന്ധിച്ച് ഓയിൽ ചേഞ്ചും അല്ലാതെ വേറെ ഇതുവരെ ഒരു സാധനവും നമ്മൾ മാറിയിട്ടില്ല വണ്ടിക്ക് അല്ലേ. ഒരു യാത്ര ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ കൊടുക്കുമ്പോൾ അതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്ന കാര്യം ഞാൻ ചോദിക്കുന്ന തോന്നുന്നത് മീൻസ് റീസെയിൽ വാല്യൂ തീരെയില്ല. അതൊരു വലിയ ഫാക്ടറാണ്. പിന്നെ ഈ നമ്മുടെ ലോക്കൽ വെൻഡേഴ്സ് ഈ ഇവിടെയുള്ള നമ്മുടെ ഡീലേഴ്സൊക്കെ ഉണ്ടല്ലോ, അവരാരും ഈ വണ്ടി എടുക്കുകയില്ല, പേടിയാ. പിന്നെ ഉള്ളത് ഈ റോയൽ കാർഡ്സ് പോലെയുള്ളവർ ഈ വണ്ടി എടുക്കുന്നുള്ളൂ. അപ്പൊ അവരെ സംബന്ധിച്ച് അവരുടെ എക്സ്ചേഞ്ചാ കൂടുതൽ താല്പര്യം, അല്ലെങ്കിൽ നമ്മളവിടെ കൊണ്ട് ഇട്ടിട്ട് സെയിൽ ചെയ്യാം. അതിലും നല്ലത് നമുക്ക് കമ്പനിക്ക് കൊടുക്കുകയാണെങ്കിൽ അവരത് ക്ലിയർ ആയിട്ട് എടുത്തോളും വണ്ടി. ആദ്യമൊക്കെ ഞങ്ങൾ എടുക്കുന്ന സമയത്ത് ബൈബാക്ക് ഗ്യാരണ്ടി ഒക്കെ ഉണ്ടായിരുന്നു, അതിനെ കുറിച്ചൊന്നും പിന്നീട് പറഞ്ഞു കേട്ടിട്ടില്ല. ഇപ്പൊ ആദ്യ പീരീഡ് വണ്ടിയായിരുന്നു, അതായത് MGയുടെ ആദ്യത്തെ സെഗ്മെന്റ് 2019 കാലഘട്ടത്തിലൊക്കെ ഇറങ്ങിയ വണ്ടിയായിരുന്നു അതോ? അപ്പോൾ 2019 ഫസ്റ്റ് വണ്ടിയാണ് നമ്മൾ. എനിക്ക് തോന്നുന്നു കോട്ടയത്ത് തന്നെ 3-4ാമത്തെ വണ്ടിയായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ ഇവനെ അതേപോലെ തന്നെ അതുപോലെ തന്നെ കിട്ടിയല്ലേ. ഇപ്പോൾ ഒരു ഇത്രയും നാളത്തെ ഒരു അഭിപ്രായത്തിൽ അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു ഫസ്റ്റ് ഇംപ്രഷനിൽ പറയുവാണെങ്കിൽ ഏതൊരു യൂസേഴ്സിന് അല്ലെങ്കിൽ ഇതൊരു വണ്ടിയാണോ? ഇത് എല്ലാവർക്കും പറ്റുമെന്നേ, ഇതിന് ഇതല്ലേ വിലയുള്ളൂ. കാരണം ഇത് അത്യാവശ്യം എല്ലാവർക്കും സുഖമായിട്ട് യാത്ര ചെയ്യാവുന്ന ഒരു
ഒരു ഫാമിലി അത്യാവശ്യം എല്ലാം. അതെ. പിന്നെ എല്ലാവർക്കും ഓരോ ബ്രാൻഡും ഓരോ ഇപ്പൊ ചിലർ ടാറ്റ എടുക്കുന്നവരും മഹീന്ദ്ര എടുക്കുന്നവരും അതെങ്ങനെയാണല്ലോ അതിന്റെ. ഇപ്പൊ ആൾക്കാർക്ക് പേടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റേഞ്ച് ആണ്. MG പേടിച്ചിട്ടാണ് ഇതേണ്ട മെയിൻ്റെനൻസ് കോസ്റ്റ് ഉള്ള വണ്ടിയാണെന്നാണ് പൊതുവേ ഉള്ളൊരു ധാരണ. എല്ലാവരും പ്രീമിയം ഒരു മൈൻഡ് പോർഷെ അല്ലെങ്കിൽ ആ ഒരു അങ്ങനെ പേടിച്ചിട്ടാണ് ഇത്. അതാണ് ഈ യൂസ്ഡ് പോലും ഈ സാധനം പുറത്ത് വിൽക്കാത്തതിന് കാരണം. ഇപ്പൊ ഈ വണ്ടി വലിയ പണി വരുമോ അല്ലെങ്കിൽ അതുപോലെ അത് അറിയാൻ പറ്റില്ല. ഇപ്പം എനിക്കിതുവരെ ഒരു ചെറിയ പ്രശ്നം വരും. ഇവിടെ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട്. അവർക്കാർക്കും ഈ മെയിൻ്റെനൻസ് ഇല്ല. എല്ലാവരുടെയും പ്രോബ്ലം മൈലേജ് ഇല്ല. എനിക്ക് ഡീസൽ വണ്ടി എടുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ മൈലേജ് ഉണ്ട്. ഡീസൽ ഉപയോഗിക്കുന്ന ഒരു കുഴപ്പമില്ലെന്ന് തോന്നുന്നു. പക്ഷേ അതിനെന്തോ സൗണ്ട് അങ്ങനെ എന്തോ ഒരു ചെറിയ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. നമ്മുടെ അറിവിൽ പെട്രോൾ ഉപയോഗിക്കുന്നവരാ, പെട്രോൾ ഓട്ടോമാറ്റിക് ഉപയോഗിക്കുന്നവരാ കൂടുതലുള്ളത്. ആൾക്കാർക്ക് സംശയം വരിക ഇനി റേഞ്ച് ഒരു 330 ഉള്ളി ഇവർ പറയുന്നുള്ളൂ. ഇപ്പൊ ഈ 330 ഒരു റേഞ്ച് ആണോ? കാര്യം വെച്ചാൽ നമ്മുടെ നെക്സോൺ ഒക്കെ പറയുന്നത് 450, 465, 500. പക്ഷെ അത് ഒരു വണ്ടിക്കും അത്രയും കിട്ടിയില്ല. 300+ കിട്ടുന്ന വണ്ടികൾ ചുരുക്കം. പിന്നെ ഇതുപോലെയുള്ള പല വണ്ടികളും ഈ മറ്റുള്ള വണ്ടികളൊക്കെ വഴിയിൽ ചാർജ് തീർന്ന് നിന്ന് പോകുന്നത്. ഇത് അങ്ങനെ നിൽക്കുകയല്ല. ഇത് ഒരു 10-30 കിലോമീറ്റർ ഓടാനുള്ളത് മിച്ചം കിടക്കും. അതുവരെ ഇവൻ കുറെ അലാറം ഒക്കെ കാണിച്ച് നമ്മൾ എങ്ങനെയാണെങ്കിലും ഒരു സേഫ് സോണിൽ കൊണ്ട്. അതെ. ഇതിപ്പോ ഞാൻ ഈ ലോങ് പോയിട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞില്ല ഇറക്കം ഇറങ്ങി. അപ്പൊ അത് റീജനറേഷൻ എല്ലാം കൂടെ ഉള്ളതുകൊണ്ടായിരിക്കും ഇവിടെ 110 കിലോമീറ്റർ ഓടിയിട്ട് വീണ്ടും 180 100 അങ്ങനെ മിച്ചമുണ്ട്. ഇവിടെ ഞാൻ 300 കിലോമീറ്റർ അടുത്ത് ഏരിയ നോക്കണം. അതെ. അതിലും നല്ല അതും ഞാൻ അത്യാവശ്യം നല്ല കാല് കൊടുത്താ പോകുന്നത്. എന്നിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഇത്ര നല്ലൊരു വണ്ടി ഉണ്ടായിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്തില്ലെങ്കിൽ ധൈര്യമായിട്ട് ഓടിക്കാം. അതെ. അല്ലെങ്കിലും നമ്മൾ യൂസ് ചെയ്തേക്കുന്നുണ്ട്. അങ്ങനെ വേറെയുള്ള പ്രോബ്ലത്തിനെ കുറിച്ച് നമുക്ക് പേടിയില്ല. ഇത് ഈ റേഞ്ച് കാര്യങ്ങളെ കുറിച്ചായിരുന്നു നമുക്ക് ആകെ ഒരു. പിന്നെ ഇലക്ട്രിക് ആയതുകൊണ്ട് നമുക്ക് ആദ്യം 2-3 ദിവസം ഇത് എവിടെ ഇപ്പൊ പോകുന്ന വഴിക്ക് ചാർജ് തീർന്നു പോവോ അങ്ങനെയൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കാൽക്കുലേഷൻ നോക്കിയാ പിന്നെ ഇത് പെട്ടെന്ന് ചാർജ് കയറിയതോടെ നമുക്ക് ആ പേടി പോയി. കാരണം നമുക്കൊരു എവിടെയെങ്കിലും വെച്ചാൽ ഒരു 20 മിനിറ്റ് 40 മിനിറ്റ് ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു കാപ്പി കുടിക്കാൻ കയറുന്ന നേരം കൊണ്ട് ഈ സാധനം അത്യാവശ്യം ചാർജ് ആയിക്കോളും. ഞാൻ മാക്സിമം ലോക്കലാണ് ഓടുന്നത്. പിന്നെ കൂടി വന്നാൽ നമ്മൾ വല്ല ബാംഗ്ലൂരോ അങ്ങനെയൊക്കെയാണ് പോകുന്നത്. അതിപ്പോ ഈ പോകുന്ന വഴിക്കെല്ലാം ഇഷ്ടം പോലെ ചാർജിങ് സ്റ്റേഷൻ പണ്ടത്തെ പോലെ ഇപ്പൊ ഭയങ്കര അപ്ഡേഷൻ. ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ കുറവായിരുന്നു. 2 കൊല്ലം 3 കൊല്ലം മുമ്പാണെങ്കിൽ ഇപ്പൊ നമുക്ക് എവിടെ പോയാലും നമുക്ക് പ്ലാൻഡ് ആയിട്ട് പക്കയായിട്ട് പോകാൻ പറ്റും. ഇപ്പൊ റെസ്റ്റോറന്റുകളിലുണ്ട്. ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രിക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡീസലും പെട്രോളും ഉള്ള വണ്ടി ഒന്ന് സൗണ്ട് പ്രൂഫോ പിന്നെ പെർഫോമൻസ് ഒരു അനക്കവും ഇല്ലല്ലോ. വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ അറിയത്തില്ല. എക്കണോമി അതൊരു കാരണം ഇപ്പൊ നമുക്ക് ഇത് പോകുന്നതിന് കോസ്റ്റ് വരുന്നില്ലല്ലോ. പോക്കറ്റ് ഈ പെട്രോൾ അടിക്കുന്ന കാശ് പോകാതിരിക്കുന്നത് ഭയങ്കര ഇതാണ്. ഇപ്പൊ കറണ്ട് ബില്ല് വരുമെന്ന് പറഞ്ഞാൽ ഒരു 2 മാസം സോളാർ ആക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇല്ല എന്നാലും 2 മാസം കൂടുമ്പോഴേ സാധനം നമ്മൾ പോകുന്ന വഴിക്ക് അധികം കാശ് പോകുന്നില്ല. നമ്മളിപ്പോ ഇവിടെ വീട്ടിൽ ചാർജ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ യൂണിറ്റ് വെച്ചാണ്ട് 350 രൂപയെ വരുന്നുള്ളൂ. ഇത് 100% ചാർജ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഇപ്പൊ ഹെക്ടർ ഞാൻ ഉപയോഗിച്ചോണ്ടിരുന്നത് എനിക്ക് പെട്രോൾ എന്ന് പറയുന്നത് പിന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു ഫുൾ ടാങ്ക് ചെയ്യാണ്ട് 6000 രൂപ അടുത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് 400 കിലോമീറ്റർ പോലും പോവുകയല്ല. അപ്പൊ പിന്നെ നോക്കണ്ട വേറെ സ്വർഗമാണത്. അപ്പൊ എന്നാണെങ്കിലും എബിസാറിന്റെ പെർസ്പെക്റ്റീവ് നോക്കുവാണെങ്കിൽ വണ്ടി ഓക്കെയാണ്. പക്ഷേ ഇത് പറയുന്നത് ഒരു MG യൂസേഴ്സിന് അടുത്ത MGയിലോട്ട് അപ്ഡേറ്റ് ചെയ്യാണ്. ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ പേടിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. MGക്ക് എപ്പോഴും ഒരു ഇതാണോ അല്ലെങ്കിൽ ട്രസ്റ്റബിൾ ആണോ അതിന്റെ ഉത്തമ ഉദാഹരണമാണല്ലേ. പിന്നെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ഈ പറഞ്ഞ ഇവരുടെ ഗ്ലോസ്റ്റർ എന്ന് പറഞ്ഞൊരു വണ്ടിയും ഇതുപോലെ തന്നെ നല്ല വണ്ടിയാണ്. പക്ഷെ ആൾക്കാർ പേടിച്ചിട്ട് എടുക്കുന്നില്ല. പിന്നെ ആദ്യമേ ഒരു നെഗറ്റീവ് വീഡിയോയിൽ പുള്ളി അത് നശിപ്പിച്ച് കളഞ്ഞാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ആ റേഞ്ചിൽ ഫോർച്യൂണർ ഒക്കെ ആയിട്ടും വെയിറ്റ് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ്. ഫോർച്യൂണർ ഒക്കെ നമുക്ക് യാത്രാസുഖം ഒന്നും ഇല്ലല്ലോ. ഇവരുടെ വണ്ടി ഗ്ലോസ്റ്ററിനകത്ത് ഇടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്ന് ഓടിച്ചു നോക്കിയൊരു പറയുകയല്ല. അതുപോലെ യാത്രാസുഖം വണ്ടിക്ക് കംഫർട്ടുമാണ്. അതെ. ഇനിയിപ്പോ ഇതൊരു കോമ്പറ്റീഷൻ ആകും കേട്ടോ. ഇനി വരുന്ന വണ്ടികളുടെ എല്ലാം ഷേപ്പും ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഇപ്പം മറ്റേ മഹീന്ദ്രയുടെ വന്നത് കണ്ടില്ലേ, ഒരു ടെസ്ല പോലെ തന്നെ നമ്മുടെ സൈബർ ട്രക്ക് പോലെ ഇരിക്കുന്നത്. അതെ. ഇതാണ് ഒരു കോഴിമുട്ട പോലത്തെ ഷേപ്പ്. എല്ലാം ഒരു ക്യാപ്സൂൾ സെറ്റപ്പിലേക്കാണ് വരുന്നത്. വണ്ടിക്ക് ഒരു ഇന്ന ഷേപ്പ് എന്നുള്ള നമ്മുടെ കൺസെപ്റ്റ് മാറി. ഇപ്പൊ പണ്ട് നമ്മൾ കണ്ടിരുന്ന ആ ഒരു ലുക്ക് ഇപ്പൊ ഈ ഇതേതാ വണ്ടി എന്ന് പോലും അനുഗ്രഹ വണ്ടി പോലെയാണ്. ഇപ്പം
എനിക്ക് തോന്നുന്നു എവിടെയോ ഒരു യൂറോപ്പിൽ എവിടെയോ ഞങ്ങളൊരു ടാക്സി കണ്ടിരുന്നു. അത് ശരിക്കും ഒരു ക്യാപ്സൂൾ പോലെ, ഡ്രൈവറില്ല, മൊത്തം അടച്ചു കെട്ടി നമ്മുടെ ഒമിനിയുടെ ഒരു ഷേപ്പ് എന്നാൽ ഉരുണ്ടിരിക്കുന്ന ഒരു ക്യാപ്സൂൾ പോലെ ഒരു സാധനം. ഡ്രൈവർലെസ്. അതെ അതെ. ഇപ്പൊ അങ്ങോട്ടൊക്കെ എല്ലായിടത്തും അതായി. നമ്മളൊരു 30 കൊല്ലം പുറകോട്ടാന്നേ ഉള്ളൂ. എന്നാലും മഹീന്ദ്രയുടെ ഇന്നോവേഷൻ ഒരു 10 കൊല്ലം മുമ്പോട്ടാക്കി കേട്ടോ. ബാക്കിയെല്ലാം ഉണ്ടല്ലോ ഇപ്പം നമ്മുടെ എല്ലാ സംവിധാനമായല്ലോ വണ്ടിക്കകത്ത്. തീർച്ചയായിട്ടും. എന്നാണെങ്കിലും ഈ പ്രൈസ് റേഞ്ചിൽ ഇത് ഭയങ്കര വാല്യൂ. പിന്നെ അത് ഈ ഒരു വിലയ്ക്ക് കമ്പനി കൊടുക്കുക, അപ്പോൾ എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാവുന്ന ഒരു സംവിധാനത്തിലേക്കായില്ല. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു വണ്ടി മേടിക്കണ ടെസ്ല വാങ്ങിക്കണ്ടേ? ഇപ്പം ഈ വിലയ്ക്ക് ഇതുപോലെ എല്ലാ സാധനവും വെച്ചിട്ട് വണ്ടി കൊടുക്കുക, എല്ലാവരും ഉപയോഗിക്കേണ്ടതായിരിക്കും അവർ വിചാരിക്കുന്നത്. കോമ്പറ്റീഷൻ ആയിരുന്നേ. എനിക്ക് തോന്നുന്നു ടാറ്റ തന്നെ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു ഫീൽഡാണ് അവരുടെ ഒരു ആധിപത്യം, മോണോപോളി ആയിരുന്നു. അതിപ്പോ ഇനി മാറിക്കോളും. അപ്പൊ എന്നാണെങ്കിലും ഒരു ലോങ് ടൈം റിവ്യൂ കൂടെ നമുക്ക് ചെയ്യണ്ടേ? നമുക്ക് പിന്നീട് വിശദമായി ഒന്ന് ഓടിയതിനു ശേഷം വിശദമായിട്ട് പ്രോസ് ആൻഡ് കോൺസ് എല്ലാം ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ടല്ലേ. അപ്പൊ എന്നാണെങ്കിലും നമുക്ക് എബിസാറോട് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ്. കാര്യം വെച്ചാൽ നമ്മളൊരു ഫസ്റ്റ് ഇംപ്രഷൻ ആണ്. ഒരു വണ്ടി അടുത്തുള്ള ആദ്യത്തെ 1000 കിലോമീറ്ററിലുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ്. അതിനകത്ത് തന്നെ നമ്മൾ എബിസാറിന്റെ ആൻസറിൽ നിന്ന് തന്നെ നമുക്കറിയാൻ പറ്റും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നിസാര പ്രൈസ് റേഞ്ചിൽ ഒരു 17 ലക്ഷം രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ EVകളെ സംബന്ധിച്ചോളം ഒരു ഈ പറഞ്ഞ നമ്മുടെ 5 EV പോലും ടോപ്പ് വേരിയൻറ്റ് വരുമ്പോഴത്തേനും ഒരു ഓൾമോസ്റ്റ് ആ റേഞ്ചിലോട്ട് വരുന്നുണ്ട്. ആ സെഗ്മെൻറ്റിൽ ഒരു ഇത്രയും വലിയ CUV ഡിസൈൻ, സെഡാൻ കം യൂട്ടിലിറ്റി വെഹിക്കിൾ ഡിസൈൻ വരുമ്പോഴത്തേനും ഇത്രയും റേഞ്ച്, ബൂട്ട് സ്പേസ്, ട്രാവലിംഗ് കംഫോർട്ട്, ഫീച്ചേഴ്സ് ഇതെല്ലാം കൂടെ ഒത്തിറങ്ങി, സേഫ്റ്റി ഇതെല്ലാം കൂടെ ഒത്തിറങ്ങിയ ഒരു വണ്ടി വരുമ്പോഴത്തേനും ഒരു 17 ലക്ഷം രൂപയ്ക്ക് വൻ ലാഭം, നല്ല ഒരു മികച്ച ഒരു നേട്ടം തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത്. അപ്പം എന്നാൽ ഇതേപോലുള്ള പുതിയ വണ്ടികൾ വരട്ടെ എന്ന് നമുക്ക് ആശംസിച്ചുകൊണ്ട് നമുക്ക് എബിസാറിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ എൻ്റെ സാറേ താങ്ക്സ് കേട്ടോ. ഓക്കെ, കാണാം.